ഇതുവരെയും നിങ്ങൾക്ക് ഈ കേസിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടാവില്ല. വെറുതെ പ്രാങ്ക് വീഡിയോ, യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നേ ചിന്തിച്ചിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സംഭവം ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നും കേസ് വലിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നും ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. ആയിഷയും ഡിവാനും ആ വ്യക്തിയുടെ മുഖത്ത് ലോഷൻ തേച്ചു എന്ന് ഉറപ്പിച്ച ഉടനെ തന്നെ ആ പ്രാങ്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനെന്ന വ്യാജേനെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഇരു ടീമുകളിലെയും എല്ലാ അംഗങ്ങളും എയർപോർട്ടിൽ നിന്നും അതിവേഗത്തിൽ പുറത്തു കടന്നു. പ്രാങ്ക് ചെയ്യപ്പെട്ട വ്യക്തിയാണെങ്കിൽ അസ്വസ്ഥതകൾ കാരണം എയർപോർട്ടിലെ സുരക്ഷാ ജീവനക്കാരോട് പോയി കാര്യം പറഞ്ഞു. ആരാണെന്നറിയില്ല, 2 പെൺകുട്ടികൾ വന്ന് എന്റെ മുഖത്ത് എന്തോ ഒരു ലോഷൻ തേച്ചിട്ട് പോയി. എനിക്ക് മുഖം വല്ലാതെ എരിയുന്നുണ്ട്, തലവേദനയും തലകറക്കവുമെല്ലാം അനുഭവപ്പെടുന്നു എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. ഉടനെ തന്നെ സുരക്ഷാ ജീവനക്കാർ എയർപോർട്ടിലെ മെഡിക്കൽ സംഘത്തിന് വിവരം കൈമാറി. അവരെത്തി ആ വ്യക്തിയെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ മെഡിക്കൽ സെന്ററിലെത്തി ഏതാനും നിമിഷങ്ങൾക്കകം ആ വ്യക്തി കുഴഞ്ഞു വീണു. ഡോക്ടേഴ്സ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്ന്. ഒരു കൊറിയക്കാരന്റെ മുഖസാദൃശ്യമുള്ള ഒരു വ്യക്തി എയർപോർട്ടിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ള വിവരം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഡോക്ടേഴ്സ് മലേഷ്യൻ പോലീസിന് വിവരം കൈമാറി. കുറച്ചു സമയത്തിനകം പോലീസ് സ്ഥലത്തെത്തുകയും മരിച്ച വ്യക്തിയുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. അയാളുടെ ബാഗ് പരിശോധിച്ച സമയത്ത് പോലീസിനെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ആ ബാഗിൽ 4 പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വ്യത്യസ്ത പേരുകളിലുള്ള പാസ്പോർട്ടുകളായിരുന്നുവെങ്കിലും അതിലെ ഫോട്ടോകളെല്ലാം ഒരാളുടേതാണ്. അയാളാണിപ്പോൾ മരിച്ചു കിടക്കുന്നത്. എല്ലാം ഫേക്ക് പാസ്പോർട്ടുകളാണെങ്കിലും അതിലെ ഡീറ്റെയിൽസ് വെച്ച് മരിച്ചിരിക്കുന്നത് ഒരു നോർത്ത് കൊറിയക്കാരനാണെന്ന് വ്യക്തമാണ്. പാസ്പോർട്ടുകൾ കൂടാതെ ആ ബാഗിൽ നിന്നും ധാരാളം പണവും 13ലധികം മെഡിസിൻ ബോട്ടിൽസും കണ്ടെത്തി. ഒരു നോർത്ത് കൊറിയക്കാരൻ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു എന്നുള്ള വിവരം മലേഷ്യൻ ഗവൺമെന്റ് അറിഞ്ഞതോടെ ഉടനടി അയാളുടെ യഥാർത്ഥ ഐഡന്റിറ്റി കണ്ടെത്താൻ ഗവൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകി. പോലീസ് മരിച്ച വ്യക്തിയുടെ പാസ്പോർട്ടുകൾ മലേഷ്യയിലുള്ള നോർത്ത് കൊറിയൻ എംബസിയിലേക്ക് കൈമാറുകയും അയാളുടെ ഐഡന്റിറ്റി കണ്ടെത്തി തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നോർത്ത് കൊറിയൻ എംബസിയിലെ ജീവനക്കാർ ആ പാസ്പോർട്ടിലെ ഫോട്ടോകൾ കണ്ടതും ഞെട്ടി. കാരണം കോലാലംപൂർ എയർപോർട്ടിൽ വെച്ച് മരിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, നോർത്ത് കൊറിയയുടെ സുപ്രീം ലീഡറും ഏകാധിപതിയുമായ കിം ജോങ് ഉന്നിന്റെ മൂത്ത സഹോദരൻ കിം ജോങ് നാമാണ്. ഉടനെ മലേഷ്യൻ പോലീസിന് നോർത്ത് കൊറിയൻ എംബസിയിൽ നിന്നും കോൾ വന്നു. മരിച്ചിരിക്കുന്നത് സാധാരണക്കാരനല്ല, കിം ജോങ് ഉന്നിന്റെ സഹോദരനാണ്. എത്രയും പെട്ടെന്ന് മരണകാരണം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് എംബസിയിലെ ജീവനക്കാർ ആ കോൾ ഡിസ്കണക്ട് ചെയ്തത്. ഇത് കേട്ടപ്പോഴാണ് മലേഷ്യൻ പോലീസിന് കേസിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. അവരുടനെ അന്വേഷണം ആരംഭിച്ചു. 2 പെൺകുട്ടികൾ തന്റെ മുഖത്ത് എന്തോ ഒരു ലോഷൻ തേച്ചുവെന്ന് മരിക്കുന്നതിന് മുൻപ് കിം ജോങ് നാം മൊഴി കൊടുത്തിട്ടുണ്ട്.